സേതു, നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതിൽ 5 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ് എന്നുള്ളതാണ് കളക്ടർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. മറ്റു ചില ആളുകൾ, അതായത് ഏകദേശം 10 ആളുകളാണ് ICUവിൽ കഴിയുന്നത്. അതിൽ 5 പേർ കാര്യമായ പരിക്കുകളില്ല എങ്കിൽ പോലും അവരെയും ICUവിൽ തന്നെ തുടരുകയാണ്. കാരണം ഈ സംഭവം നടന്നപ്പോൾ തെറിച്ച് വീണ് പരിക്ക് പറ്റിയ ആളുകളൊക്കെയാണ്. അങ്ങനെയുള്ള ആളുകളും നിലവിൽ ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അല്പസമയത്തിനകം അത് സംബന്ധിച്ചൊരു വ്യക്തമായ കാര്യങ്ങളുടെ ഒരു കുറിപ്പ് ഒരുപക്ഷെ ആശുപത്രി അധികൃതരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ വിദഗ്ധ സംഘങ്ങൾ ഇതിനോടകം തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. പാലക്കാട്, എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ ഇതിനോടകം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. കൂടാതെ ഇതിൽ ഇന്നലെ ലഭിച്ച മൃതദേഹങ്ങളിൽ 2 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിൽ ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധർ DNA സാമ്പിളുകൾ ശേഖരിച്ച് അതിൻ്റെ പരിശോധന ഉൾപ്പെടെ നടന്നതിൻ്റെ ഫലം പുറത്തു വന്നെങ്കിൽ മാത്രമേ മരിച്ചവരിൽ ആരൊക്കെയാണ് എന്ന് അത് കൃത്യമായി അറിയാൻ കഴിയൂ. കാരണം പല മൃതശരീരങ്ങളും പൂർണ്ണമായും ഏകദേശം കത്തിക്കരിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് ആരാണ് മരിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഇന്നലെ രാത്രിയെ തന്നെ ഈ കിട്ടിയ ശരീരാവശിഷ്ടങ്ങളുടെയും അതോടൊപ്പം തന്നെ പൂർണ്ണമായി കിട്ടിയ ബോഡികളുടെയും ഒക്കെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ നടന്നിരുന്നു. അതിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി 5 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ബാക്കിയുള്ള 13 പേർ മരിച്ചതിൽ ബാക്കിയുള്ളവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നും പുരോഗമിക്കുകയാണ്. അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക്, അതായത് തിരിച്ചറിഞ്ഞ ആളുകളുടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഇന്നലെ മന്ത്രിമാർ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഏതായാലും നിലവിൽ 2 മൃതദേഹങ്ങൾ കൂടി ഇത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ആരുടേതാണ് അറിയാത്തൊരു സാഹചര്യമുണ്ട്. കൂടാതെ 23ഓളം ശരീരഭാഗങ്ങൾ ഇന്നലെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അധികൃതർ അറിയിക്കുന്നത്. സ്വാഭാവികമായും അത് ആരുടെയൊക്കെയാണ് എന്നതിലും ഒരു വ്യക്തതയില്ല. ഏതായാലും അതിൻ്റെ പരിശോധനയും മറ്റും നടക്കും. ആ സാമ്പിളുകൾ, അവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ച ശേഷം അതിൻ്റെ പരിശോധനാ ഫലം വന്നുവെങ്കിൽ മാത്രമേ അത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ഇന്ന് പുരോഗമിക്കും. കൂടാതെ പോസ്റ്റ്മോർട്ടം ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നുള്ളതാണ്. ഏതായാലും അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് വിദഗ്ധമായ ചികിത്സ ഉറപ്പുവരുത്തുക, അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി എത്തിയതിനു ശേഷം കൃത്യമായി തന്നെ ഇവിടുത്തെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു രോഗിക്ക് 3 ഡോക്ടർമാർ എന്ന നിലയിലാണ് പരിചരണം നടക്കുന്നത്. അവരുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം ഏതെല്ലാം വകുപ്പുകളിൽ നിന്നല്ല, ഏതെല്ലാം മേഖലയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ പരിചരണം അവർക്ക് ആവശ്യമാണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന 5 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. അതിലൊരാൾ ഈ വെടിക്കെട്ടുപുരയുടെ ലൈസൻസ് കൂടിയായിട്ടുള്ള ആളാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ മറ്റൊരു തൊഴിലാളിക്കും ഏകദേശം 90% പൊള്ളലേറ്റിട്ടുണ്ട്. കൂടാതെ 70-60% പൊള്ളലേറ്റ ആളുകളും നിലവിൽ ബേൺ ICUവിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് പറയാൻ കഴിയുക. ഏതായാലും കൂടുതൽ ആളുകൾ, അതായത് ഇനി ആവശ്യമാണെങ്കിൽ കൂടുതൽ ഡോക്ടർമാരെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സേതു, ശരി. ഓക്കെ റഹീം, ഇപ്പം ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെയും ആരംഭിക്കും. അതേപോലെ തന്നെ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്, അതീവ ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റവരുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ഇനിയും റഹീമിനോട് ചോദിക്കും. ഇപ്പോൾ സംഭവ സ്ഥലത്ത് അവിടെ പ്രത്യേക സംഘങ്ങൾ, അന്വേഷണ സംഘങ്ങൾ എത്തുന്നുണ്ട്, പരിശോധനാ സംഘങ്ങൾ എത്തുന്നുണ്ട്. അവർ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നു. ഒരു വശത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനമുണ്ട്.